കോഴയിൽ വീഴുന്നതാരെല്ലാം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എം.ബി. രാജേഷ് MP, ഇന്നിപ്പോൾ ഈ BJP നേതൃത്വം വന്നു വീണിരിക്കുന്ന ഈ മെഡിക്കൽ കോഴ അഴിമതി, ഈ വിഷയം താങ്കൾ പാർലമെന്റിൽ ഉന്നയിക്കുകയുണ്ടായല്ലോ. എന്തുകൊണ്ടാണ് അസഹിഷ്ണുതയോടുകൂടി ഭരണപക്ഷം, സ്പീക്കർ അടക്കം ഇതിനെ നേരിട്ടത്? ഇനി ഒരു വേള ഈ അനന്ത്കുമാർ താങ്കളോടടക്കം വന്ന് എന്താണ് സംഭവങ്ങളെന്ന് ചോദിച്ചറിയുകയുണ്ടായല്ലോ. എത്ര ഗൗരവത്തോടെ താങ്കൾ ഉന്നയിച്ച ഈ ആക്ഷേപം കേന്ദ്ര നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഈ പ്രശ്നം ഉന്നയിക്കുന്നതിന് വേണ്ടി അടിയന്തര പ്രമേയ നോട്ടീസും ചോദ്യ ഉത്തരവേള നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള അടിയന്തര പ്രമേയ നോട്ടീസും അതുപോലെ തന്നെ ശൂന്യവേളയിൽ ഉന്നയിക്കാനുള്ള 2 നോട്ടീസും ഞാൻ കൊടുത്തിരുന്നു. ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ശൂന്യവേളയിലെ നോട്ടീസ് കൂടി കൊടുത്തത്. കാരണം അടിയന്തര പ്രമേയം സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. ഞാൻ സ്പീക്കറെ സഭ തുടങ്ങുന്നതിന് മുമ്പ് നേരിട്ട് പോയി കണ്ട് ഇത് വളരെ ഗൗരവമുള്ള പ്രാധാന്യമുള്ള വിഷയമാണ്, അതുകൊണ്ട് ഉന്നയിക്കാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. സ്പീക്കർ എന്നോട് ഇക്കാര്യം ശൂന്യവേളയിൽ പരിഗണിക്കാം എന്ന ഉറപ്പാണ് ആദ്യം നൽകിയത്. അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. എന്നാൽ പിന്നീട് വളരെ കടുത്ത നിലപാടിലേക്ക് സ്പീക്കർ പോയത് സർക്കാരുമായിട്ട് ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തി സർക്കാരിൻ്റെ നിലപാടറിഞ്ഞ ശേഷമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇക്കാര്യം ഉന്നയിച്ച സമയത്ത് അതിനോട് പ്രതികരിക്കാൻ അനന്ത്കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായില്ല. അനന്ത്കുമാർ സഭയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം കൈമലർത്തി കാണിക്കുകയായിരുന്നു, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന്. സഭ നിർത്തിവെച്ച സമയത്ത്, രണ്ടാമതും നിർത്തിവെച്ച സമയത്ത് അദ്ദേഹവും SS അലുവാലിയെയും സമീപിക്കുകയും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സഭയിൽ പ്രതികരിക്കാത്തത്, ഞങ്ങളുടെ കയ്യിൽ വിവരമൊന്നുമില്ല എന്ന വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു നാട്യമാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് വിശദാംശങ്ങളൊക്കെ ചോദിച്ചു. ഉയർത്തിക്കാണിച്ച കടലാസ് എന്താണ് എന്ന് അവർ അന്വേഷിക്കുകയും അത് നിങ്ങളുടെ തന്നെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വാങ്ങുകയും ചെയ്തു. അതൊക്കെ വളരെ വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത്രയും രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യം ഞങ്ങളിൽ നിന്ന് ചോദിച്ചറിയേണ്ട അവസ്ഥയൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഇന്നലെ തന്നെ കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് ഒരു അറിവുമില്ല എന്ന് അവർ നടിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. എത്ര ഗൗരവത്തിലെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് BJP അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടാണല്ലോ ഇക്കാര്യത്തിൽ പരാതി അമിത്ഷായ്ക്കാണ് വന്നത് എന്നാണല്ലോ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് അറിയാത്ത കാര്യമല്ല. മാത്രമല്ല, ഇപ്പോൾ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അത് സമർപ്പിച്ചു കഴിഞ്ഞിട്ടും ഏതാണ്ട് 1.5 മാസത്തോളം ആയിരിക്കുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത്തരമൊരു റിപ്പോർട്ട് 1.5 മാസമായിട്ട് സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിലുള്ളത് അഖിലേന്ത്യാ നേതൃത്വം അറിയാതിരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അപ്പോൾ അതിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് കൂടി ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇന്നിങ്ങനൊരു മൗനം പാലിച്ചതിന്റെ കാരണം ഇത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ അഴിമതി എന്നതുകൊണ്ടാണ്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, രാജേഷ് ഏറ്റവും അവസാനം ചൂണ്ടിക്കാട്ടിയതാണ് വളരെ പ്രധാനം. ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. കേരളത്തിൽ ഇത് പുറത്തായി. ഇത് ഒരു 5,60,00,000 നിൽക്കുന്നതുമല്ല. ഇതെത്ര കോടിയുടേതാണ്, അതിൽ കേരളത്തിൽ നടന്ന അഴിമതി എത്ര എന്ന് മാത്രമേ ആദ്യഘട്ടത്തിൽ നാം വിലയിരുത്തേണ്ടതുള്ളൂ. കേന്ദ്ര നേതൃത്വം അറിയാതെയുള്ളൊരു കളിയുമല്ല ഇത്. അപ്പോൾ ഇന്ന് ശ്രീ രാജേഷിനോട് നിഷ്കളങ്കത നടിച്ച് കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ പുലർത്തിയ സമീപനത്തെ താങ്കൾ മുഖവിലേക്കെടുക്കുന്നുണ്ടോ? കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെ ഒത്താശയോടെ നടന്നിരിക്കുന്ന ഈ അഴിമതിയിൽ അതുകൊണ്ട് തന്നെ ഗൗരവതരമായ നടപടികൾ പ്രതീക്ഷിക്കാൻ കഴിയുമോ പാർട്ടി തലത്തിൽ? ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കൊരു മാസം മുമ്പുണ്ടായ ഒരു അറിവ് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഓണേഴ്സിൻ്റെ അസോസിയേഷൻ്റെ ആളുകൾ എൻ്റെ അടുത്തൊരിക്കൽ പറഞ്ഞു, ഒരു മാസം മുമ്പ് പറഞ്ഞു, ഈ ഓരോ വർഷവും ആദ്യത്തെ 5 വർഷത്തിൽ ഓരോ വർഷവും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഇവർക്ക് വരണം. ഇൻസ്പെക്ഷനും അവരുടെ അംഗീകാരവും ഉണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ 5 വർഷവും മെഡിക്കൽ കൗൺസിലുമായി ബന്ധപ്പെട്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഇവർക്ക് പല ആളുകൾക്ക് പണം കൊടുത്താണ് പലരും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് മേടിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഏജൻസികൾ ഇവരെ വിളിക്കാറുണ്ട്. ഈ 5 വർഷത്തിന് അകമായിട്ടുള്ള എല്ലാ ആളുകളെയും ഓരോ വർഷവും ഇത് പുതുക്കേണ്ട സമയമാകുമ്പോഴേക്കും ഏജൻസി വിളിക്കാറുണ്ട്. അത് ഡൽഹിയിൽ ചെന്നാൽ ഹോട്ടലിൽ വിളിക്കും, ഇവിടെയാണെങ്കിൽ അവരിവിടെ വിളിക്കും. എന്നിട്ട് 4 കോടി 5 കോടി 6 കോടി ഇവരോട് ചോദിക്കുകയാണ്. ആ പണം കൊടുത്താൽ കൃത്യമായി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ
അവർക്ക് കൃത്യമായി അത് പുതുക്കി കൊടുക്കും. അത് കൊടുക്കാത്ത ആളുകളെ കിട്ടത്തില്ല. കിട്ടാതെ വരുന്ന ആളുകൾ പിന്നീട് കോടതിയെ സമീപിച്ചാണ് അവരത് വാങ്ങിയെടുക്കുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് കാലമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 കൊല്ലമായി ഇത് വളരെ വലിയ രീതിയിൽ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം കൃത്യമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് BJP നേതൃത്വത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പണം വാങ്ങുന്നത്. പണം വാങ്ങിയവർക്കൊക്കെ കിട്ടി. അതിനേക്കാൾ എല്ലാ അർത്ഥത്തിലും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ അർത്ഥത്തിലും കൊള്ളാവുന്ന മെഡിക്കൽ കോളേജുകൾക്ക് കിട്ടാതിരിക്കുകയും അത്രയും ഫെസിലിറ്റികൾ ഇല്ലാത്ത മെഡിക്കൽ കോളേജുകൾക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നത് പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇവിടെ ഈ 5,60,00,000 രൂപ ഒരു വിനോദ് മാത്രം വാങ്ങി ഇത് അതും ഡൽഹിയിൽ കുഴൽപ്പണമായി കൊടുത്തു എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ തന്നെ കാണുന്നത്. കുഴൽപ്പണമായി അങ്ങോട്ട് പോകണമെങ്കിൽ ഇത് ദേശീയ നേതൃത്വത്തിന് തന്നെയല്ലേ. ഇത് ഒരു മെഡിക്കൽ കോളേജാണോ? ഇന്ത്യയിൽ എത്ര മെഡിക്കൽ കോളേജാണോ ഉള്ളത്? ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഒരു മേൽനോട്ട കമ്മിറ്റി നേരത്തെ ഉണ്ടാകുന്നത് ലോധ കമ്മിറ്റി. അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരാളായിരുന്നു. നമ്മുടെ BCCIയിലൊക്കെ ജസ്റ്റിസ് ലോധ കമ്മിറ്റി. അദ്ദേഹത്തെയൊക്കെ മാറ്റി ഇപ്പോൾ പുതിയ 5 BJPക്കാരെ വെച്ചിരിക്കുക. ഇതൊരു വലിയ കർമ്മപ്പശുവാക്കിയിരിക്കുകയാണ്. BJPയുടെ ട്രാക്ക് റെക്കോർഡൊന്നും നല്ലതൊന്നും അല്ലല്ലോ. നമുക്കറിയാമല്ലോ അവർ പണം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. സത്യത്തിൽ ഗ്യാസ് ഏജൻസിയും പെട്രോൾ പമ്പും ഒക്കെ പാർട്ടി ഓഫീസിൽ പണം അടച്ച് ചിറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നവർക്ക് ഇഷ്യൂ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രയും കൃത്യമായി ഏറ്റവും ഒരു അഴിമതി നടത്തിയിട്ടുള്ളൊരു പാർട്ടി ഈ രാജ്യത്തില്ല. പിന്നെ ഇപ്പോൾ വർത്തമാനം പറഞ്ഞേക്കുക വലിയ വലുപ്പത്തിൽ. എന്താ ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയടിക്കല്ലേ കോർപ്പറേറ്റുകളിലെ. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ RS വിനോദ്, എന്തിനാണ് താങ്കളെ BJP പുറത്താക്കിയത്? ആദ്യം നമ്മുടെ വാഴക്കൻ പറഞ്ഞതിനൊരു മറുപടി പറയണ്ടേ. അതായത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യത്ത് 3 വർഷം കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നു എന്നാണ്. ശരിക്കും ഈ അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസിൻ്റെ കാലത്ത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്ത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇല്ല, ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് പോലെയാണ്. ഇത് കാലാകാലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഒക്കെ തന്നെ ഇത് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സാധൂകരിക്കുന്നത് എന്താണ്? അഴിമതി ഉണ്ട്, അതിന്റെ ഒരു തുടർച്ചയിലാണ് താങ്കൾ. അല്ലല്ല, ഞാൻ അതിന്റെ തുടർച്ചയിൽ നിൽക്കുന്നു എന്നല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന്റെ തുടർച്ചയിലല്ല, മറിച്ച് ഈ കഴിഞ്ഞ ഗവൺമെന്റ് വന്നതിന് ശേഷം ലോധ കമ്മിറ്റി വന്നതിന് ശേഷം അത്തരം അഴിമതി നടക്കുന്നില്ല എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. കമ്മിറ്റിയെ മാറ്റിയെന്നാണ് പറയുന്നത്. അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴാണ് മാറ്റിയിട്ടുള്ളത്. കാലാവധി പുതുക്കി എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അല്ല, അഴിമതിക്ക് കാലാവധി ഇല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ച ഒരു സമിതിയുടെ കാലാവധി എന്ന സാങ്കേതികത്വം പറയരുത്. ഇല്ല, അത് നിശ്ചയിക്കുന്നത് നമ്മളല്ലല്ലോ, സുപ്രീം കോടതിയല്ലേ. അത് നിശ്ചയിക്കുന്നതിന്റെ പിന്നിൽ താല്പര്യങ്ങളുമുണ്ട്. ഒരു മിനിറ്റ്, നമുക്ക് ഇതിന്റെ വിശാലാർത്ഥത്തിലുള്ള തർക്കങ്ങളിലേക്ക് പിന്നീട് പോകാം. സൂക്ഷ്മമായ ചോദ്യം, താങ്കൾ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തായി? എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നു. അത് ആ കോളേജുകാരല്ല, SR മെഡിക്കൽ കോളേജിൻ്റെ ആരോപണത്തിൻ്റെ പുറത്താണ് എന്നാണ് പറയുന്നത്. SR മെഡിക്കൽ കോളേജ് ആരോപണം, അങ്ങനെ ഒരു ആരോപണം ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് പരാതിയില്ല, ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല, ഞങ്ങൾ കോഴ കൊടുത്തിട്ടില്ല എന്നൊക്കെ മാതൃഭൂമി ചാനലിനോട് തന്നെ അദ്ദേഹം നേരിട്ട് പറയുകയുണ്ടായി. അപ്പോൾ ആ വിഷയം അങ്ങനെ നിൽക്കുന്നു. അല്ലല്ല, ഈ പറയുന്ന R ഷാജി ഒരു പരാതിക്കാരനായി മുന്നിൽ വന്നിട്ടില്ല എന്നതുകൊണ്ട് ഈ ആക്ഷേപം ഇല്ലാതാകുന്നില്ല, ഈ ആരോപണങ്ങൾ ഇല്ലാതാകുന്നില്ല. ഇത് ഒരു ആരോപണം എന്ന നിലയിൽ, ഒരു പരാതി എന്ന നിലയിൽ നിങ്ങളുടെ പാർട്ടി പരിഗണിച്ചു, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി, താങ്കൾ ഉൾപ്പെടെ അതിൽ മൊഴി കൊടുത്തു. അതിനുശേഷം അതിന്റെ അറ്റത്താണ് താങ്കൾ ഇപ്പോൾ ആ പാർട്ടിയിൽ നിന്നും പുറത്തായ നിലയിൽ നിൽക്കുന്നത്. അല്ല, മൊഴി കൊടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ മൊഴി കൊടുക്കുന്നത് പാർട്ടിക്കൊരു പരാതി ലഭിച്ചു, അത് ഷാജി പരാതി കൊടുത്തു. ഷാജി പരാതി കൊടുത്തിട്ടില്ല. അല്ലല്ല, യഥാർത്ഥത്തിൽ ഒരു പരാതിക്കാരൻ പോലും ഇല്ലാത്തൊരു കാര്യത്തിൽ എന്തിന് താങ്കൾ മൊഴി കൊടുക്കാൻ പോയി? അല്ല, തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും എതിരെ ഒരു പരാതി വന്നാൽ ആ പരാതി അന്വേഷിക്കും. അങ്ങനെ അന്വേഷിക്കുവാൻ വേണ്ടി സംസ്ഥാന സമിതി, സംസ്ഥാന താങ്കൾ പറയുന്നത് പാർട്ടി നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടി നിർവഹിച്ചു എന്നാണ്. അതിന്റെ ഫലം താങ്കൾക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ അതിനകത്ത് പറയാനുള്ളത് ഈ റിപ്പോർട്ട് അല്ലല്ല, ലളിതമായൊരു കാര്യം. ശ്രീ RS വിനോദ് ഈ കാര്യത്തിൽ ഒരു തരത്തിലും പിഴവ് വരുത്തിയിട്ടുള്ള ഒരാളല്ല എങ്കിൽ പാർട്ടിക്കകത്ത് താങ്കൾ ഉണ്ടാകും, പാർട്ടിക്ക് പുറത്ത് താങ്കൾ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? ഞാൻ അതിൽ പിഴവ് വരുത്തിയിട്ടില്ല, ഞാൻ ഒരു തരത്തിലും ആ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. പണം വാങ്ങാനോ കൊടുക്കാനോ അയക്കാനോ പുറത്താക്കിയത് ഞങ്ങളാരുമല്ല. അല്ലല്ല, താങ്കൾ കാര്യങ്ങൾ ബോധിപ്പിച്ച പാർട്ടി തന്നെയാണ് താങ്കളെ പുറത്താക്കിയിരിക്കുന്നത്. അല്ല, ഞാൻ ബോധിപ്പിച്ചത് ഒരു അന്വേഷണ കമ്മീഷന്റെ മുമ്പെയാണ്. ശരി, ആ അന്വേഷണ കമ്മീഷൻ ഞാൻ പറഞ്ഞ റിപ്പോർട്ടിനെ മാറ്റിവെച്ച്
അവർ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. താങ്കളുടെ പാർട്ടിയെ പറ്റി താങ്കൾ പറയുകയുണ്ടായി ഇപ്പോഴും പ്രശംസനീയമായ രൂപത്തിൽ. അങ്ങനെയെങ്കിൽ ആ പാർട്ടിയാണ് ഈ കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷൻ ഏകപക്ഷീയമായി പ്രവർത്തിച്ചെങ്കിൽ പാർട്ടിയാണ് തിരുത്തേണ്ടത്. അങ്ങനെ അല്ലാത്ത ഒരു സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പ്രശംസാർഹമാണ് ആ പാർട്ടിയുടെ ആ നടപടിയും. അങ്ങനെയാണ് താങ്കൾ പുറത്തായത്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിനെ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ നടപടിയെ എനിക്കൊരിക്കലും ഞാൻ അതിനെ എതിർക്കുന്നില്ല. കാരണം ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ. അച്ചടക്കമൊക്കെ അറിയാം ശ്രീ വിനോദ്. 6 വർഷത്തിന് ശേഷമാണ് താങ്കൾ വീണ്ടും വരുന്നത്, ഈ പാർട്ടിയുടെ ചുമതലകളിലേക്ക് വരുന്നത്. ഇതിനു മുൻപും താങ്കൾ ആരോപണ വിധേയനാണ്. ഇതിനു മുൻപും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഏതു തരത്തിലുള്ള കേട്ടെ, പാർട്ടി ഓഫീസ് ആക്രമിച്ചോ ഇല്ലയോ തുടങ്ങിയിട്ടുള്ള നൂലാമാലകളിലേക്ക് പോകണ്ട. പല രൂപത്തിലായിരിക്കും. ഒരുപക്ഷെ അന്ന് ആ വിഷയത്തിന്റെ പുറത്തായിരിക്കില്ല ഇത്ര ദീർഘകാലമായി താങ്കൾക്ക് പുറത്തു നിൽക്കേണ്ട സാഹചര്യം. മറ്റു പല ഘടകങ്ങളുണ്ട്. ഞാൻ പറയുന്നത് അതല്ല, അതൊക്കെ നിങ്ങളുടെ പാർട്ടിയിലെ കാര്യം. അത്തരമൊരു മുഖം മിനുക്കൽ പരിപാടിയായിരിക്കുമെന്ന് ഇന്നും നടന്നത്. അത്തരമൊരു മുഖം മിനുക്കൽ പരിപാടിയായിരിക്കുമെന്ന് ഇന്നും നടന്നത്. 6 വർഷം കഴിഞ്ഞു, താങ്കളെ വീണ്ടും പിടിച്ചിരുത്തി, താങ്കൾ വീണ്ടും ഇത്തരമൊരു കാര്യം ചെയ്തു, താങ്കളെ പുറത്താക്കുന്നു. രണ്ടുപേരും കൊള്ളാം. RS വിനോദും കൊള്ളാം, RSSന്റെ നിയന്ത്രണത്തിലുള്ള ഈ BJPയും കൊള്ളാം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ NM പിയേഴ്സൺ, ഒരു പരാതി യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നയാൾ തന്നെ നിഷേധിക്കുന്ന പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പാർട്ടി അന്വേഷണ കമ്മീഷനെ വെക്കുകയും നടപടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ശ്രീ RS വിനോദ് പുറത്താക്കപ്പെടുന്നു. പക്ഷേ ശ്രീ വിനോദ് പറയുന്നത് ഇതിലൊന്നും നേരിട്ട് ഉത്തരവാദിത്തമില്ല. പിന്നെ എവിടെയാണ് ഈ പിഴവ് സംഭവിച്ചിരിക്കുന്നത്? ശ്രീ പിയേഴ്സൺ, ഇതിൽ ആരെ ചാരി രക്ഷപ്പെടാൻ നോക്കുന്നു? ഒരു RS വിനോദാണോ കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോഴക്കാരൻ? അല്ലെ, ഇതിനകത്ത് വേണോ? നമുക്കറിയാം, ഇന്നത്തെ രാഷ്ട്രീയത്തിനകത്ത് 2 തരം പ്രവർത്തകരാണ് സജീവമായിട്ട് മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതായിട്ടുള്ള കുറേ രാഷ്ട്രീയ പ്രവർത്തകരും, മറ്റൊന്ന് വലിയ തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായിട്ടുള്ള ലോബിയിങ് ഗ്രൂപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകളും. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഇടപെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള ലോബിയിങ് പ്രോസസ്സ് നടക്കുകയും ധനപരമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടി ആ പാർട്ടി തന്നെ കുറേ ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതിലൊരു ചുമതലക്കാരൻ തന്നെയായിരിക്കണം ശ്രീ വിനോദ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയ പാർട്ടിയെ തള്ളിപ്പറയാതെ ഇപ്പോൾ നമുക്ക് മുന്നിലിരുന്ന് സംസാരിക്കുന്നത്. കാരണം പാർട്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ താൻ ഈ പരിപാടികളിൽ ഒരിടത്തും പങ്കാളിയായിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം, പാർട്ടിക്കകത്ത് വേണു സൂചിപ്പിച്ചതുപോലെയുള്ള മുഖമിനുക്കൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പുറത്തിരുത്തലും വീണ്ടും അകത്തേക്ക് കൊണ്ടുവരലും പ്രതിഷ്ഠിക്കലും ഒക്കെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ പുതുകാല രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ അമേരിക്കയിലേക്ക് ഇപ്പോൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ, വലിയ തരത്തിൽ സാമ്പത്തികമായ പ്രവർത്തന പ്രക്രിയകളിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ലോബികളാണ് രാഷ്ട്രീയത്തെയും എല്ലാത്തരം മറ്റ് പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു മുഖ്യ കണ്ണിയായിട്ട് നമുക്ക് വിനോദിനെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ MP രാജേഷ്, വീണ്ടും പാർലമെൻറ്റ് കൂടുമ്പോൾ ഇനി വേണമെങ്കിൽ പറയാമല്ലോ ഈ ബന്ധപ്പെട്ട അധികൃതർക്ക് അങ്ങനെ ഒരു വിവരമുണ്ട്, ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തു, അവിടെ ആ അധ്യായം അവസാനിപ്പിക്കാനാണ് നീക്കമെങ്കിൽ? ഒരു തരത്തിലും അങ്ങനെ അവസാനിക്കുന്നതല്ല. ഇപ്പോൾ ശ്രീ വിനോദ് ഇവിടെ ഇരുന്ന് പറയുന്നു പാർട്ടി ചെയ്തതും ശരി, താൻ ചെയ്തത് അതിനേക്കാൾ വലിയ ശരി, എല്ലാം ശരി, എന്നിട്ടും വിനോദ് പുറത്താവുന്നു. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ പുറത്താക്കൽ നേരത്തെ വേണു പറഞ്ഞതുപോലെ ഒരു മുഖംമിനുക്കൽ പ്രക്രിയ മാത്രമാണ്. ഇതൊരു പരസ്പര ധാരണയോട് കൂടിയിട്ടുള്ളതാണ്. തൽക്കാലം മുഖം രക്ഷിക്കാൻ പുറത്താക്കൽ നാടകം ആവശ്യമായി വന്നിരിക്കുന്നു എന്നതാണ്. വിനോദിന് പുറത്താക്കിയതിൽ പരാതിയില്ല, എന്നാൽ താൻ നിരപരാധിയാണ് എന്ന് അദ്ദേഹം ആണയിടുകയും ചെയ്യുന്നു. അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നതല്ലേ അവരുടെ തന്നെ റിപ്പോർട്ട്. ഇപ്പോൾ മാധ്യമങ്ങളിലാകെ ലഭ്യമാണ്, പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണല്ലോ റിപ്പോർട്ട്. പരാതിയില്ല എന്നാണ് പറയുന്നത്. ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ 2017 മെയ് 19 SR എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ R ഷാജി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പരാതിയുണ്ട്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇതിലൊന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ്. പരാതിക്കാരനായ ഷാജിയുടെ ഈ റിപ്പോർട്ടിന്റെ പേജ് 2, പരാതിക്കാരനായ ഷാജിയുടെ വാദമുഖങ്ങളൊക്കെ അംഗീകരിച്ച